പ്രവാചകൻ സഹാബാക്കളും ഇരിക്കുമ്പോ ഒരു യഹൂദിയുടെ ഒരു ജൂതന്റേതായ മയ്യത്ത് കൊണ്ടുപോയപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റ് ആ മയ്യത്തിനെ ആദരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റപ്പോ സഹാബാക്കളും ചാടി എഴുന്നേറ്റു. ആ മയ്യത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരു യഹൂദിയുടെ മയ്യത്തല്ലേ നബിയെ കൊണ്ടുപോയത്, പിന്നെന്തിനാ എഴുന്നേറ്റ് ആദരിച്ചെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലയോ സഹാബ, അല്ലയോ സഹാബ, അതിൽ യഹൂദിയായിരിക്കാം, എന്നിൽ വിശ്വസിക്കാത്തവനായിരിക്കാം, അള്ളാഹുവിനെ അംഗീകരിക്കാത്തവനായിരിക്കാം, പക്ഷേ അയാൾ ഒരു മനുഷ്യനാണ്. ലോകത്ത് ആദ്യമായി മനുഷ്യത്വം പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാ വർഗീയവാദികളാകാൻ പറ്റുക? ഒരു ചികട് തടി കിട്ടിയാല് മറുചികട് കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ശ്രീ യേശുവിന്റെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളായ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് എങ്ങനെയാ വർഗീയവാദികളാകാൻ പറ്റുക? ഒരു ഹൈന്ദവ സഹോദരൻ വർഗീയവാദിയാകാൻ പറ്റുമോ? സപ്തമഹർഷിമാർ കാട്ടിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ അവരെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നതായ കാട്ടാളനായ മനുഷ്യൻ ആക്രമിക്കാൻ വേണ്ടി കൊള്ളയടിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ഈ സപ്തമഹർഷിമാർ അയാളോട് ചോദിച്ചു, നീ എന്തിനാണ് കൊള്ളയടിക്കുന്നത്? നീ എന്തിനാണ് മനുഷ്യരെ കൊല്ലുന്നത്? എന്ത് പുണ്യമാണ് നിനക്ക് കിട്ടുന്നത്? അയാൾ പറഞ്ഞു, എനിക്കറിയുകയില്ല, കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. മഹർഷിമാർ ചോദിച്ചു, ഒരു പക്ഷേ എന്തെങ്കിലും നീ പിടിക്കപ്പെട്ട് നീ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ ശിക്ഷയ്ക്ക് നിന്റെ ഭാര്യ മക്കൾ അർഹരാകുമോ, പങ്കാളികളാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയുകയില്ല. എന്നാൽ മഹർഷിമാരായ ഞങ്ങൾ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് നീ പോവുക, പോയിട്ട് മടങ്ങി വരിക, അവിടെ അഭിപ്രായം ചോദിച്ചിട്ട് മടങ്ങി വരിക, ആകുന്നതുവരെ നിന്നെയും പ്രതീക്ഷ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. മഹർഷിമാരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി ഭാര്യ മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തെങ്കിലും ഞാൻ പിടിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ആ ശിക്ഷയിൽ നിങ്ങൾ പങ്കാളികളാകുമോ എന്ന് ചോദിക്കുമ്പോ ആ ഭാര്യയും മക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞങ്ങൾ പങ്കാളികളാവുകയില്ല. കുടുംബത്തെ പോറ്റുക എന്നുള്ളത് കുടുംബനാഥൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ശിക്ഷയിൽ പങ്കാളികളാവുകയില്ല. താഴ്ന്ന ശിരസ്സുമായി ആ മനുഷ്യർ തീരുമാനത്തോട് മഹർഷിമാരുടെ മുമ്പിലേക്ക് വരികയാണ്. ഞാൻ അവസാനിപ്പിച്ചു, എന്റെ കൊള്ള ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്, കൊല ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്, എന്റെ ശേഷിക്കുന്ന ജീവൻ നിങ്ങളുടെ വഴിയെ സഞ്ചരിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിൽക്കാലത്ത് അയാൾ മാനസാന്തരമുണ്ടായി. അതേ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോ മരക്കമ്പിൽ സല്ലപിച്ചു കൊണ്ടിരുന്ന ഇടപക്ഷികളുടെ നേരെ അമ്പെയ്യാൻ വേണ്ടി വില്ല് ഉലച്ചതായ കാട്ടാളന്റെ കയ്യിൽ നിന്ന് അമ്പും വില്ലും വലിച്ചൊടിച്ച് ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് മാനുഷാദ പാടിയ അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് മാനുഷാദ പാടി അമ്പും വില്ലും വലിച്ചൊടിഞ്ഞ് ദൂരേക്ക് എറിഞ്ഞതായ വാത്മീ മഹർഷി അനുയായികളായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വർഗീയവാദികളാകാൻ പറ്റുമോ? ഒരിക്കലും കഴിയുകയില്ല. മനുഷ്യ സ്നേഹികളാണ് എല്ലാവരും. എല്ലാവരും സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്, സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു ആരാധനാലയത്തിൽ നിന്നും ഒരിക്കലും വർഗീയത ശബ്ദം കേൾക്കാൻ സാധിക്കുകയില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ നാം ക്രൈസ്തവ സഹോദരങ്ങളുടെ ചർച്ചുകളിലേക്ക് ശ്രദ്ധിച്ചാൽ അവിടെയും വർഗീയതയുടേതായ ഒരു വാക്ക് പോലും കേൾക്കാൻ സാധിക്കുകയില്ല. എന്താ കേൾക്കാൻ സാധിക്കുക? പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ, കേൾക്കണേ എന്റെ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എന്റെ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഇവിടെയൊന്നും വർഗീയത കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങളുടെ ആരാധനാ രീതിയിലേക്കും പ്രാർത്ഥനാ ഗീതങ്ങളിലേക്ക് നാം ശ്രദ്ധിച്ചാലും അവിടെയും വർഗീയത സ്വരം പോലും കേൾക്കാൻ സാധിക്കുകയില്ല. എന്താ കേൾക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ മുമ്പിൽ സഹോദരിമാരെല്ലാം കുടുംബശ്രീയുടെയോ അല്ലെങ്കിൽ അത് അയൽക്കൂട്ടത്തിന്റെയൊക്കെ ആൾക്കാരായിരിക്കും. എല്ലാവരും കുടുംബശ്രീ കൂടുമ്പോഴോ അയൽക്കൂട്ടം കൂടുമ്പോഴോ ആദ്യമായി പ്രാർത്ഥനാ ഗീതം ആലപിക്കാറുണ്ടല്ലേ? കരുണാതൻ കാതലേ കൈതൊഴാം, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാം, മഹിമാതൻ കോവിലേ കൈതൊഴാം, മഹിതൻ വെളിച്ചമേ കൈതൊഴാം, അവിവേകശാലികൾ പാവികൾ ഞങ്ങൾ അഹിതങ്ങൾ വല്ലതും ചെയ്യുകിൽ, അഖില പ്രകാണ്ഡ പ്രകാശമേ ഞങ്ങൾ കരുളേണം മാപുനീശ്വര, ഞങ്ങൾ കരുളേണം മാപുനീശ്വര. മുസൽമാനും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്താ? അല്ലാഹുവേ റബ്ബന ഉഗ്ഫിർ ലനാ ദുനൂബനാ
വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ. ഞങ്ങളുടെ പരിപാലക അല്ലാഹുവേ, 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 നിന്റെ വിശാലമായ ദർബാറിലേക്ക് ഞങ്ങൾ കൈകൾ ഉയർത്തുകയാണ്. നിന്നെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങളോട് നീ കൽപ്പിക്കുമ്പോ അല്ലാഹുവേ, അഹിതമായി പലതും ചെയ്തു പോയി തമ്പുരാനെ, അഹിതമായി എന്തെങ്കിലും ചെയ്തെങ്കിൽ റബ്ബനാ ഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വഇസ്റാഫനാ ഫീ അംരിനാ. അല്ലാഹുവേ, അഹിതമായി എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ നീ മാപ്പ് തരണേ തമ്പുരാനെ. ദുആ ചെയ്യുമ്പോ പ്രാർത്ഥിക്കുമ്പോ ഇവിടെയും വർഗീയത കാണാൻ സാധിക്കുന്നില്ല. ഹൈന്ദവ സഹോദരൻ പാടാറുണ്ട്, ഞാനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, നരകത്തിൽ നിന്നും കരകയറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. നരകത്തിൽ നിന്നും കരകയറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. എല്ലാവരും മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ ആ ശക്തിയുടേതായ കഴിവുകൾ, ആ ശക്തിയോട് ആവലാദികൾ ബോധിപ്പിക്കുന്നു. മുസൽമാനും ചെയ്യുന്നു. ലോകത്തിന്റെ എവിടെ പോയാലും മുസൽമാൻ ഒരു ഭാഷ മാത്രമേ ഉള്ളൂ. ആ ഭാഷയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആരാധനയിലും വിശ്വാസത്തിലും. അതായത് ലോകത്തിന്റെ എവിടെ പോയാലും, കേരളത്തിലായിരുന്നാലും തമിഴ്നാട്ടിലായിരുന്നാലും ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരുന്നാലും അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യമായിരുന്നാലും ഏത് രാജ്യത്ത് ഏത് ഭാഷ സംസാരിക്കുന്നുവോ ആ ഭാഷകൾക്ക് അനുസൃതമായി ഓരോ മതവിശ്വാസികളും പ്രാർത്ഥനാ ഗീതങ്ങളും പ്രാർത്ഥനാ രീതികളുടെയും ഭാഷകൾ വ്യത്യാസപ്പെടുത്തുമ്പോൾ ഇവിടെ എവിടെ പോയാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും മുസൽമാന്റെ പ്രാർത്ഥനയ്ക്ക് ഒരേ ഭാഷയേ ഉള്ളൂ, അറബി ഭാഷയാണ്. വിശുദ്ധ ഖുർആന്റെ ഭാഷ അറബിയാണ്, പ്രവാചകന്റെ ഭാഷ